ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്ത് കണ്ടുപിടുത്തം ഉണ്ടാവുന്നതിനും പുറകിൽ അത്യാവശ്യം ഉണ്ടാവും. ഒരു അത്യാവശ്യം എലിമെൻ്റ് വരാണ്ട് നമ്മളൊന്നും കണ്ടുപിടിക്കാറേ ഇല്ല. ഇപ്പോൾ കോവിഡ് വന്നു. കോവിഡിനെ കുറിച്ച് നമുക്കൊന്നും അറിയണ്ടായിരുന്നില്ല. എല്ലാവരും പേടിച്ചു പോയി, മരിച്ചു പോകുമോ എന്നൊക്കെ ഭയങ്കരമായിട്ട് പേടിച്ചു. അങ്ങനെ അതിന് മരുന്നുണ്ടായിരുന്നില്ല, എന്ത് ചെയ്യണമെന്ന് ആൾക്കാർക്ക് അറിയണ്ടായിരുന്നില്ല. പല പല ഡോക്ടേഴ്സ് എല്ലാവരും ഭയങ്കരമായിട്ട് ഭയന്നു പോയി. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ലോകത്തുള്ള എല്ലാ ഹോസ്പിറ്റൽസും രാജ്യക്കാരും എല്ലാം റിസർച്ച് ചെയ്തിട്ടല്ലേ നമ്മൾ കോവിഡിനുള്ള വാക്സിൻ കണ്ടുപിടിച്ചത്. അപ്പോൾ അങ്ങനെ തന്നെയാണ് ITP എന്ന ഈ അസുഖത്തിന് ഈ ഡോക്ടർ വിദ്യാസാഗർ ഒരു മരുന്ന് കണ്ടുപിടിക്കുന്നത്. ഇതിന് പിന്നെ ഒരു കഥയുണ്ട്, പറയട്ടെ. ഒരു 30 വർഷം മുമ്പുള്ള കഥയാണ്. നിലമ്പൂർ കോവിലകത്തിനടുത്ത് 2 കുടുംബങ്ങൾ താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പം ആ 2 കുടുംബങ്ങളിലെ 2 കുട്ടികൾക്ക് വെറും 10,000-ൽ ഒരാൾക്ക് വരുന്നൊരു അസുഖമാണ് ഈ ITP എന്ന് പറയുന്നത്. ആ 2 കുഞ്ഞുങ്ങൾക്ക് ഈ അസുഖം വന്നപ്പോൾ നമുക്ക് കുട്ടികൾക്കൊരു പനി വന്നാൽ പോലും നമ്മൾ ഭയങ്കര ടെൻഷനായിരിക്കും അല്ലേ. അപ്പോൾ ആ മാതാപിതാക്കൾ പല പല ആശുപത്രികളിലും ചികിത്സയ്ക്ക് വേണ്ടി പോയവർ എല്ലാവരും കൈയൊഴിഞ്ഞു. അതിലൊരു കുട്ടി മരിക്കുകയും കൂടെ ചെയ്തപ്പോൾ ഈ ജീവനോടെയുള്ള കുട്ടിയുടെ പാരൻസ് ഭയങ്കരമായിട്ട് പേടിച്ചു. അവർ കണ്ടുപിടിച്ചാണ് മലപ്പുറത്തുള്ള നമ്മുടെ ഡോക്ടർ വിദ്യാസാഗറിൻ്റെ ക്ലിനിക്കിലേക്ക് വരുന്നത്. അങ്ങനെ ഈ ഒരു കേസ് വന്നപ്പോൾ അദ്ദേഹം ഇതിനെക്കുറിച്ച് ഒരു പഠനം നടത്താനായിട്ട് തീരുമാനിച്ചു. ആ കുട്ടിയെ കൈ ഒഴിയാതെ പേടിക്കേണ്ട, നമുക്ക് വഴി ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് കൂടെ ചേർത്ത് നിർത്തി അദ്ദേഹം തന്നെ ഗവേഷണം ആരംഭിക്കുകയുണ്ടായി. അങ്ങനെ ആരംഭിച്ച് പല ട്രയൽ എറർ മെത്തേഡിലൂടെ ആ കുട്ടിയുടെ ഭാഗ്യം കൊണ്ടോ അത് ഒരുപാട് പേരുടെ ഭാഗ്യം കൊണ്ടോ എന്നറിയില്ല, അങ്ങനെ ഒരു മരുന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. അപ്പോൾ ഒരു മരുന്ന് വിജയിക്കുക അല്ലെങ്കിൽ ഒരു ചികിത്സ വിജയിക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? നമ്മൾ കൊടുക്കുന്ന ഒരു മരുന്ന്, ഡോക്ടറായിരിക്കും നമ്മൾ കൊടുക്കുന്ന ഒരു മരുന്ന് രോഗിക്ക് പ്രയോഗിക്കുമ്പോൾ ആ രോഗിയുടെ ആരോഗ്യനില മെച്ചപ്പെടുമ്പോഴാണ് ആ ഒരു മരുന്ന് എപ്പോഴും വിജയിച്ചതായിട്ട് ഒരു ഡോക്ടർക്ക് മനസ്സിലാവുക. അപ്പോൾ അദ്ദേഹം നമ്മുടെ വിദ്യാസാഗർ ഡോക്ടറുടെ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാക്സിമം ഇത്തരം രോഗികൾക്ക് നൽകി അവരെ സുഖപ്പെടുത്തുക എന്നുള്ളതാണ്. പിന്നെ അലോപ്പതിയൊക്കെ പോവുകയാണെങ്കിൽ ലക്ഷങ്ങൾ ചിലവ് വരുന്ന ഒരു ചികിത്സാ രീതി കൂടിയാണ് ITPയുടെ എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. പക്ഷേ ആയുർവേദത്തിൽ നിങ്ങൾ വരികയാണെങ്കിൽ വേറൊരു സൈഡ് ഇഫക്റ്റ് ഒന്നും ഇല്ലാണ്ട് നിങ്ങൾക്ക് പരിപൂർണമായി ചികിത്സിച്ച് ഭേദമാക്കി നിങ്ങളുടെ വീടുകളിലേക്ക് പോകാനായിട്ട് കഴിയും. ITP ശരിയാണ്, 10,000-ൽ ഒരാൾക്ക് മാത്രം വരുന്ന അസുഖമാണ്. പക്ഷേ ഇപ്പോൾ നല്ലൊരു ചികിത്സാ രീതി ഉണ്ടെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ മലപ്പുറത്തുള്ള ഡോക്ടർ വിദ്യാസാഗറിൻ്റെ ഹോസ്പിറ്റലിലേക്ക് നിങ്ങൾക്ക് വരാം. അത് നമ്മൾ ഇതിൽ കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ വിളിച്ച് ചോദിക്കുകയോ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ താഴത്തെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടും.